നമസ്കാരം, എവർക്കും ബി എസ് സി ബിഡിസിലേക്ക് സ്വാഗതം. നമ്മൾ സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിൽ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 7ാം ഭാഗമാണ്. ഇത് നമ്മൾ നോക്കുന്നത് ബ്രാൻഡിങ്, പാക്കേജിങ്, ലേബലിംഗ്, വില നിർണ്ണയം തുടങ്ങിയ ഭാഗങ്ങളാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബ്രാൻഡിങ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നതിനുള്ള അടയാളങ്ങളോ ചിഹ്നങ്ങളോ നൽകുന്നതിന് സൂചിപ്പിക്കുന്ന പദമാണ് ബ്രാൻഡിങ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ മറ്റുള്ളവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നതിനുള്ള അടയാളങ്ങളോ ചിഹ്നങ്ങളോ നൽകുന്നതിന് സൂചിപ്പിക്കുന്ന പദമാണ് ബ്രാൻഡിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ബ്രാൻഡ്, ബ്രാൻഡ് നാമം, ബ്രാൻഡ് അടയാളം, വ്യാപാര മുദ്ര. ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ബ്രാൻഡ്, ബ്രാൻഡ് നാമം, ബ്രാൻഡ് അടയാളം, വ്യാപാര മുദ്ര തുടങ്ങിയവ. ബ്രാൻഡിങ്ങിൻ്റെ 2 ഭാഗങ്ങളാണ് ബ്രാൻഡ് നാമവും ബ്രാൻഡ് അടയാളവും. ബ്രാൻഡിങ്ങിൻ്റെ 2 ഭാഗങ്ങളാണ് ബ്രാൻഡ് നാമം, ബ്രാൻഡ് അടയാളം തുടങ്ങിയവ. ബ്രാൻഡിൽ ഉച്ചരിക്കാൻ കഴിയുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് ബ്രാൻഡ് നാമം. ഉച്ചരിക്കാവുന്ന ഭാഗം അറിയപ്പെടുന്നത് ബ്രാൻഡ് നാമം. ബ്രാൻഡിൽ വാക്കുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ബ്രാൻഡ് നാമം എന്നറിയപ്പെടുന്നത്. ഉച്ചരിക്കാവുന്ന വാക്കുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ബ്രാൻഡ് നാമം. എക്സാമ്പിൾ ഏഷ്യൻ പെയിൻറ്റ്, ലെവിസ് തുടങ്ങിയവ. ബ്രാൻഡിൽ 2ാമത്തെ ഭാഗമാണ് ഒരു ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും എന്നാൽ ഉച്ചരിക്കാൻ സാധിക്കാത്തതുമായ ഭാഗം ഉൾപ്പെടുന്ന ബ്രാൻഡ് അടയാളം. 2ാമത്തെ ഭാഗമാണ് ബ്രാൻഡ് അടയാളം. ബ്രാൻഡ് അടയാളം എന്നാൽ ഒരു ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നതും എന്നാൽ ഉച്ചരിക്കാൻ സാധിക്കാത്തതുമായ ഭാഗമാണ് ബ്രാൻഡ് അടയാളം. എന്നാൽ ബ്രാൻഡ് നാമം എന്നാൽ ഉച്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാക്കായിരിക്കും. ബ്രാൻഡ് അടയാളം ഉച്ചരിക്കാൻ സാധിക്കാത്ത എന്നാൽ ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു അടയാളമാണ്. മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള നിയമപരമായ സംരക്ഷണം ലഭിച്ച ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അറിയപ്പെടുന്നതാണ് ട്രേഡ് മാർക്ക്. മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള നിയമപരമായ സംരക്ഷണം ലഭിച്ച ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അറിയപ്പെടുന്നതാണ് ട്രേഡ് മാർക്ക് എന്ന്. നെക്സ്റ്റ് നമ്മൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ്, ബ്രാൻഡ് പ്രാഥമികമായി രൂപം കൊണ്ടതാണ് എന്ന് എല്ലായ്പ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതൊരു കമ്പനി തൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിലൂടെയല്ല, അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. ഇത് പറഞ്ഞത് ജെഫ് ബെസോസ് ആണ്. ബ്രാൻഡ് പ്രാഥമികമായി രൂപം കൊണ്ടതാണ് എന്ന് എല്ലായ്പ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അത് ഒരു കമ്പനി തൻ്റെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നതിലൂടെയല്ല, അവരുടെ പ്രവൃത്തിയിലൂടെയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജെഫ് ബെസോസ്. 2ാമത്തെ നിർവചനമാണ് ഒരു ഉൽപ്പന്നം ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ച ഒന്നാണ്. ബ്രാൻഡ് എന്നത് ഉപഭോക്താവ് വാങ്ങുന്ന ഒന്നാണ്. ഒരു ഉൽപ്പന്നം എതിരാളിക്ക് പകർത്താൻ കഴിയും. ഒരു ബ്രാൻഡ് അതിൻ്റെ തനിമ നിലനിർത്തുന്നു. ഒരു ഉൽപ്പന്നം വേഗത്തിൽ കാലഹരണപ്പെടും. ബ്രാൻഡ് കാലാതീതമാണ്. ഇത് പറഞ്ഞത് സ്റ്റീഫൻ കിങ് പറഞ്ഞതാണ്. ഒരു ഉൽപ്പന്നം ഒരു ഫാക്ടറിയിൽ നിർമ്മിച്ച ഒന്നാണ്. ബ്രാൻഡ് എന്നത് ഉപഭോക്താവ് വാങ്ങുന്ന ഒന്നാണ്. ഒരു ഉൽപ്പന്നം എതിരാളിക്ക് പകർത്താൻ കഴിയും. ഒരു ബ്രാൻഡ് അതിൻ്റെ തനിമ നിലനിർത്തുന്നു. ഒരു ഉൽപ്പന്നം വേഗത്തിൽ കാലഹരണപ്പെടും. ബ്രാൻഡ് കാലാതീതമാണ്. ഇത് പറഞ്ഞത് സ്റ്റീഫൻ കിങ്. നെക്സ്റ്റ് നിർവചനമാണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ശക്തി ആധിപത്യത്തിലാണ്. 5 വിപണികളിൽ 10% പകരം ഒരു വിപണിയിൽ 50% ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് അൽ റൈസ് പറഞ്ഞു. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ശക്തി ആധിപത്യത്തിലാണ്. 5 വിപണികളിൽ 10% വീതം ഉള്ളതിന് പകരം ഒരു വിപണിയിൽ തന്നെ 50% ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് അൽ റൈസ്. അടുത്ത നിർവചനം, നിങ്ങളുടെ ബ്രാൻഡ് പ്രാഥമികമായി ഒരു വൈകാരിക നിർമ്മിതിയാണ്. യുക്തിയേക്കാൾ ആളുകളെ സ്വാധീനിക്കുന്നതിൽ വികാരം എല്ലായ്പ്പോഴും ശക്തമാണ്. പക്ഷേ ആളുകൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പുകൾ യുക്തിസഹം ആക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ഡ്രൈറ്റൻ ബേർഡ് പറഞ്ഞു. നിങ്ങളുടെ ബ്രാൻഡ് പ്രാഥമികമായി ഒരു വൈകാരിക നിർമ്മിതിയാണ്. യുക്തിയേക്കാൾ ആളുകളെ സ്വാധീനിക്കുന്നതിൽ വികാരം എല്ലായ്പ്പോഴും ശക്തമാണ്. പക്ഷേ ആളുകൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പുകൾ യുക്തിസഹമാക്കാൻ കഴിയും. ഇത് പറഞ്ഞത് ഡ്രൈറ്റൻ ബേർഡ്. നെക്സ്റ്റ്, ബ്രാൻഡിംഗ് മൂലം വിപണനക്കാർക്കുള്ള നേട്ടങ്ങൾ. ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പരസ്യങ്ങൾ നൽകാനും പ്രദർശിപ്പിക്കാനും സഹായകമാകുന്നു. വ്യത്യസ്തമായ വില നിശ്ചയിക്കാൻ കഴിയുന്നു. പുതിയ ഉൽപ്പന്നം എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. ബ്രാൻഡിംഗ് മൂലം
വിപണനക്കാർക്കുള്ള നേട്ടങ്ങളാണ്. ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു, പരസ്യങ്ങൾ നൽകാനും പ്രദർശിപ്പിക്കാനും സഹായകമാകുന്നു, വ്യത്യസ്തമായ വില നിശ്ചയിക്കാൻ സഹായിക്കുന്നു, ഒരു ഉൽപ്പന്നം എളുപ്പത്തിൽ അവതരിപ്പിക്കാനും സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രാൻഡിംഗ് മൂലം ഉപഭോക്താക്കൾക്കുള്ള നേട്ടങ്ങൾ. ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു, ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു, പദവിയുടെ അടയാളമായി കാണുന്നു. ബ്രാൻഡിംഗ് മൂലം ഉപഭോക്താക്കളുള്ള നേട്ടങ്ങളാണ്. ഉൽപ്പന്നത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു, പദവിയുടെ അടയാളമായി കാണുന്നു. ഒരു നല്ല ബ്രാൻഡ് നാമത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകളാണ് ഇന്ന് നോക്കുന്നത്. ബ്രാൻഡ് നാമം ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്നതും തിരിച്ചറിയാവുന്നതും ഓർമ്മിക്കാവുന്നതും എഴുതാൻ കഴിയുന്നതുമായിരിക്കണം. ബ്രാൻഡ് നാമം എന്ന് പറയുന്നത് ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാൻ സാധിക്കുന്നതും തിരിച്ചറിയാവുന്നതും ഓർമ്മിക്കാവുന്നതും എഴുതാൻ കഴിയാവുന്നതും ആയിരിക്കണം. എക്സാമ്പിൾ റിം, പോൺസ് തുടങ്ങിയവ. ബ്രാൻഡ് നാമം ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും സൂചിപ്പിക്കുന്നതായിരിക്കണം. എക്സാമ്പിൾ പ്രോമിസ്, മൈ ഫെയർ ലേഡി, ബൂസ്റ്റ് എന്നിങ്ങനെയുള്ള പേരുകൾ. ബ്രാൻഡ് നാമം ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും സൂചിപ്പിക്കുന്നതായിരിക്കണം. അതുപോലെ ബ്രാൻഡ് നാമം എന്നത് വ്യത്യസ്തത ഉള്ളതായിരിക്കണം. എക്സാമ്പിൾ ലിറിൽ, സഫാരി എന്നുപോലുള്ള വ്യത്യസ്തമായ ഒരു നാമമായിരിക്കണം ബ്രാൻഡ് നാമം എന്നത്. പാക്കേജിങ്, ലേബലിംഗ് ആവശ്യകതകൾ, വ്യത്യസ്ത പരസ്യ മാധ്യമങ്ങൾ, വിവിധ ഭാഷകൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാകും വിധം ആയിരിക്കണം ബ്രാൻഡ് നാമം. പാക്കേജിങ്, ലേബലിംഗ് ആവശ്യകതകൾ, വ്യത്യസ്ത പരസ്യ മാധ്യമങ്ങൾ, വിവിധ ഭാഷകൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാകും വിധമായിരിക്കണം ബ്രാൻഡ് നാമം. ഉൽപ്പന്ന ശ്രേണിയിൽ പുതുതായി ഉൽപ്പന്നങ്ങൾ കൂട്ടിച്ചേർക്കാൻ വഴക്കമുള്ളതാവണം ബ്രാൻഡ് നാമം. ഉൽപ്പന്ന ശ്രേണിയിൽ പുതുതായി ഉൽപ്പന്നങ്ങൾ കൂട്ടിച്ചേർക്കാൻ വഴക്കമുള്ളതാവണം ബ്രാൻഡ് നാമം എന്നത്. അതുപോലെ രജിസ്റ്റർ ചെയ്യാവുന്നതും നിയമപരമായ സംരക്ഷണം ലഭ്യമാക്കാൻ കഴിയുന്നതുമായിരിക്കണം ബ്രാൻഡ് നാമം. രജിസ്റ്റർ ചെയ്യാവുന്നതും നിയമപരമായ സംരക്ഷണം ലഭ്യമാക്കാൻ കഴിയുന്നതുമായിരിക്കണം ബ്രാൻഡ് നാമം. കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുന്നതും എളുപ്പത്തിൽ കാലഹരണപ്പെടുന്നതും ആവരുത് ബ്രാൻഡ് നാമം എന്നത്. കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുന്നതും എളുപ്പത്തിൽ കാലഹരണപ്പെടുന്നതും ആവരുത് ബ്രാൻഡ് നാമം. നെക്സ്റ്റ് പാക്കേജിങ്. ഒരു ഉൽപ്പന്നം പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ള കടലാസ് പെട്ടി രൂപകൽപ്പന ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പാക്കേജിംഗ് എന്നറിയപ്പെടുന്നത്. ഒരു ഉൽപ്പന്നം പൊതിഞ്ഞു സൂക്ഷിക്കാനുള്ള കടലാസ് പെട്ടി രൂപകൽപ്പന ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പാക്കേജിംഗ്. പാക്കേജിങ്ങിൻ്റെ 3 തലങ്ങളാണ്: പ്രാഥമിക പാക്കേജിംഗ്, ദ്വിതീയ പാക്കേജിംഗ്, അതുപോലെ ഉൽപ്പന്നങ്ങൾ അയക്കുന്നതിനുള്ള പാക്കേജിംഗ്. ഏതൊക്കെയാണ്? പ്രാഥമിക പാക്കേജിംഗ്, ദ്വിതീയ പാക്കേജിംഗ്, ഉൽപ്പന്നങ്ങൾ അയക്കുന്നതിനുള്ള പാക്കേജിംഗ്. പ്രാഥമിക പാക്കേജിംഗ് എന്നാൽ ഉൽപ്പന്നം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയാണ് പ്രാഥമിക പാക്കേജിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ്വിതീയ പാക്കേജിങ്ങിൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നതിനായി ഉപയോഗിക്കുന്ന അധിക സംരക്ഷണ കവചം. ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നതിനായി ഉപയോഗിക്കുന്ന അധിക സംരക്ഷണ കവചമാണ് ദ്വിതീയ പാക്കേജിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഉൽപ്പന്നങ്ങൾ അയക്കുന്നതിനുള്ള പാക്കേജിംഗ്. ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുന്നതിനും ആവശ്യമായ അധിക പാക്കേജിംഗ് ആണ് ഉൽപ്പന്നങ്ങൾ അയക്കുന്നതിനുള്ള പാക്കേജിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫസ്റ്റ് പ്രാഥമിക പാക്കേജിങ്ങിൽ ഉൽപ്പന്നം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയാണ്. ദ്വിതീയ പാക്കേജിംഗ് എന്നാൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള അധിക സംരക്ഷണ കവചമാണ്. ഉൽപ്പന്നങ്ങൾ അയക്കുന്നതിനുള്ള പാക്കേജിംഗ് എന്നാൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുന്നതിനും ആവശ്യമായ അധിക പാക്കേജിംഗ് ആണ്. നെക്സ്റ്റ് പാക്കേജിങ്ങിൻ്റെ പ്രാധാന്യം. ആരോഗ്യ പൊതുശുചിത്വ നിലവാരം ഉറപ്പുവരുത്തുന്നു. സ്വയം സേവന സ്ഥാപനങ്ങൾ, പുതുമകൾക്കുള്ള സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചറിയൽ. പാക്കേജിങ്ങിൻ്റെ പ്രാധാന്യമാണ് ആരോഗ്യ പൊതുശുചിത്വ നിലവാരം ഉറപ്പുവരുത്തുന്നു. സ്വയം സേവന സ്ഥാപനങ്ങൾ, പുതുമകൾക്കുള്ള സേവനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചറിയൽ. നെക്സ്റ്റ് പാക്കേജിങ്ങിൻ്റെ ധർമ്മങ്ങൾ. ഉൽപ്പന്നം വേർതിരിച്ചറിയാൻ കഴിയുന്നു. ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സഹായിക്കുന്നു. വിൽപ്പന വർദ്ധക മാർഗം എന്നിവയാണ് പാക്കേജിങ്ങിൻ്റെ ധർമ്മങ്ങൾ. എന്തൊക്കെയാണ്? ഉൽപ്പന്നം വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു, ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സഹായിക്കുന്നു, വിൽപ്പന വർദ്ധക മാർഗമായി കരുതുന്നു. നെക്സ്റ്റ് ലേബലിംഗ് അല്ലെങ്കിൽ നാമപത്രീകരണം.
ഉൽപ്പന്നത്തെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ, അവയുടെ ഉള്ളടക്കങ്ങൾ, ഉപയോഗിക്കുന്ന വിധം തുടങ്ങിയ വിവരങ്ങൾ ലേബലുകളിൽ ഉണ്ടായിരിക്കും. ഉൽപ്പന്നത്തെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ, അവയുടെ ഉള്ളടക്കങ്ങൾ, ഉപയോഗിക്കുന്ന വിധം തുടങ്ങിയ വിവരങ്ങൾ ലേബലുകളിൽ ഉണ്ടായിരിക്കും. ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങളാണ് ഇനി പറയുന്നത്. ഉൽപ്പന്നങ്ങളെയും അവയുടെ ഉള്ളടക്കത്തെയും വിശദീകരിക്കുന്നു. ഉൽപ്പന്നത്തെയോ അതിൻ്റെ ബ്രാൻഡിനെയോ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ നിലവാരവൽക്കരിക്കാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർധനയെ സഹായിക്കുന്നു. നിയമപരമായി നൽകേണ്ട വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. ലേബലുകളുടെ ധർമ്മങ്ങളാണ്: ഉൽപ്പന്നത്തെയും അവയുടെ ഉള്ളടക്കത്തെയും വിശദീകരിക്കുന്നു. ഉൽപ്പന്നത്തെയോ അതിൻ്റെ ബ്രാൻഡിനെയോ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ നിലവാരവൽക്കരിക്കാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർധന സഹായിക്കുന്നു. നിയമപരമായി നൽകേണ്ട വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, വില നിർണ്ണയം. ഒരു സ്ഥാപനത്തിൻ്റെ വരുമാനത്തിൽ അവയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വില നിർണ്ണയം. വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉൽപ്പന്നത്തിനുള്ള ചെലവ്, ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും. ചോദനയും എന്നാൽ ഡിമാൻഡ്. ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും, വിപണിയിലുണ്ടാകുന്ന മത്സരങ്ങൾ, നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായ നിയന്ത്രണങ്ങൾ, ഉപയോഗിക്കുന്ന വിപണന രീതികൾ. വില നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉൽപ്പന്നത്തിനുള്ള ചെലവ്, ഉൽപ്പന്നത്തിൻ്റെ ഉപയുക്തതയും ചോദനവും, വിപണിയിലുണ്ടാകുന്ന മത്സരങ്ങൾ, നിയമപരമായതും സർക്കാർ ഏർപ്പെടുത്തുന്നതുമായ നിയന്ത്രണങ്ങൾ, ഉപയോഗിക്കുന്ന വിപണന രീതികൾ. താങ്ക് യു.